നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തലക്കാട് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. റെഡ് സ്റ്റാർ പാറശ്ശേരിക്ക് ഓവറോൾ കിരീടം. സ്റ്റേഡിയം നിർമ്മാണത്തിൽ കള്ളക്കളിയില്ല, തുറന്ന കളിയാണെന്ന് ചെയർപേഴ്സൺ AP നസീമ. മദനിക്കെതിരെ മനുഷ്യാവകാശ ലംഘനം തുടരുന്നുവെന്ന് ഡോക്ടർ KT ജലീൽ MLA. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി CPI പ്രതിഷേധം സംഘടിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. തലക്കാട് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. റെഡ് സ്റ്റാർ പാറശ്ശേരിക്ക് ഓവറോൾ കിരീടം. സമാപന സമ്മേളനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ അധ്യക്ഷത വഹിച്ചു. തലക്കാട് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. BP അങ്ങാടി പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന പൊതുസമ്മേളനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തെറ്റായ ധാരണ നമ്മുടെ പൊതുവിൽ എല്ലാവരുടെ ഇടയിലുള്ളത്, ഈ കേരളോത്സവം നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിനായാലും ബ്ലോക്കിനായാലും ഇഷ്ടംപോലെ പണം ചെലവഴിക്കാം. അങ്ങനെ ഒരു തെറ്റായ ധാരണ പൊതുവെയുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിന് 1.5 ലക്ഷം രൂപയാണ് ഈ പരിപാടി മൊത്തം നടത്താൻ വേണ്ടി ചെലവഴിക്കാൻ പറ്റുക. അത് അവിടുന്ന് തരുന്ന പൈസ ഉൾപ്പെടെ തന്നെ യുവജനക്ഷേമ ബോർഡ് തരുന്ന പൈസ ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയാണ് ആകെ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ എല്ലാ ഇനവും നടത്തണം, അതോടൊപ്പം തന്നെ ട്രോഫി വാങ്ങണം, ഇങ്ങനെയുള്ള ഈ പരിപാടികൾ സംഘടിപ്പിക്കണം. എല്ലാവരും കൂടി ആകെ ഔദ്യോഗികമായി ചെലവഴിക്കാൻ സാധിക്കുക 1.5 ലക്ഷം രൂപ. തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ അധ്യക്ഷത വഹിച്ചു. വിവിധ പരിപാടികളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. നൌഷാദ് തിരൂർ മുഖ്യാതിഥിയായി. AK ബാബു സ്വാഗതവും ഷിനു ആനി വർഗീസ് നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തലക്കാട്. സ്റ്റേഡിയം നിർമ്മാണത്തിൽ കള്ളക്കളിയില്ല, തുറന്ന കളിയാണെന്ന് ചെയർപേഴ്സൺ AP നസീമ. കഴിഞ്ഞ LDF ഭരണകാലത്ത് സ്റ്റേഡിയത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും തിരൂർ നഗരസഭയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. LDF സംഘടിപ്പിച്ച നഗരസഭാ ഓഫീസ് മാർച്ചിന് തൊട്ടു പിന്നാലെയാണ് ചെയർപേഴ്സന്റെ പ്രതികരണം. നഗരസഭയുടെ സ്റ്റേഡിയം നിർമ്മാണത്തിൽ യാതൊരു തരത്തിലുള്ള കള്ളക്കളിയില്ല. ഇത് വളരെ തുറന്ന കളിയാണ്. തിരൂർ നഗരസഭയിലെ പുതിയ ഭരണസമിതി, അതായത് ഞാൻ കൂടെ നിൽക്കുന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ആദ്യം ആ സ്റ്റേഡിയം തുറന്നു കൊടുക്കുക ചെയ്തത്. ഇവരെന്താ ചെയ്തത്? ഈ സമരം നടത്തുന്ന ആൾക്കാരെന്താ ചെയ്തത്? 5 കൊല്ലം ഭരണം കിട്ടിയിട്ട് സംസ്ഥാന ഭരണവും മുനിസിപ്പൽ ഭരണവും ഉണ്ടായിട്ട് ഒരു കൊട്ട മണ്ണ് പോലിട്ടില്ല, ഒരു ടോയ്ലറ്റ് പോലും അവിടെ ഉണ്ടാക്കിയില്ല. യാതൊരു തരത്തിലുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിയില്ല. മാത്രമല്ല, പുതിയ ഭരണസമിതി വന്നപ്പം അവരെ കളിയാക്കാനും നടക്കുക. ഒന്നും ചെയ്തില്ല, തിന്നൂല്ല, തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ അവരുടെ അടുത്തുനിന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. കാരണം 5 വർഷം ബറ്റാലിയനെ വെച്ചിട്ട് അത് കെട്ടിപ്പൂട്ടി വെച്ച് സാധനം കേടുവരുത്തി കളഞ്ഞു. കേടുവരുത്തിയ സാധനം ഞങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷമൊക്കെ അടച്ചിട്ടൊരു സാധനം തുറന്നു കൊടുക്കുമ്പോൾ അതിന്റേതായ കേടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഓരോ സാധനം കേടുവരും, അത് മെയിൻറ്റെയിൻ ചെയ്യും, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതാണ് നഗരസഭയുടെ ഭരണസമിതിയുടെ തീരുമാനം.
അതുകൊണ്ട് തന്നെ MLA-യുടെ 2 കോടി രൂപ, നഗരസഭയുടെ ബാക്കി 2 കോടി രൂപ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് നവീകരിക്കാൻ പോകുന്നത്. മറ്റു മാനദണ്ഡങ്ങളൊക്കെ പിൻവലിച്ച് നമുക്ക് ഉപാധികളില്ലാതെ ഫണ്ട് തന്നാൽ നമ്മൾ അത് സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ചർച്ച ചെയ്യാം. എന്തായാലും ഈ 4 കോടി രൂപ വെച്ച് ചോദിക്കും, 4 കോടി രൂപയ്ക്ക് എന്ത് സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോണെന്ന്. അതിന്റെ ഉള്ളിലെ പുല്ല് മാറ്റി വിരിക്കാനും നിലവിലുള്ള 6 ട്രാക്ക് മാറ്റിയിട്ട് അത് 8 ട്രാക്കാക്കി മാറ്റാലും നല്ല നിലവാരമുള്ള കളി നടത്താൻ പറ്റും. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, കുടിവെള്ള സൗകര്യങ്ങളും കൂടി ഒരുക്കുക. ആ പ്രശ്നം പരിഹരിക്കും. പരമാവധി നമുക്കറിയാം, താനൂർ മണ്ഡലത്തിലുള്ള ആളുകൾ പോലും തിരൂർ നഗരസഭയിലെ സ്റ്റേഡിയമാണ് ഇപ്പോൾ ഒരു കായികമേള നടത്തണമെങ്കിൽ, ഒരു കായികോത്സവങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്റ്റേഡിയത്തിൽ വന്നിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെന്നും കൂടി ജനങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. തിരൂർ നഗരസഭയിൽ അത്രത്തോനും പൊട്ടിത്തകർന്ന റോഡുകളൊന്നുമില്ല. നിലവിലുള്ള 38 കൌൺസിലർമാർക്കും ഫണ്ടുകൾ യഥാസമയം അനുവദിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇവിടുത്തെ റോഡുകളൊക്കെ നവീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൌൺസിലൊന്നും ഒരാൾക്ക് പോലും പരാതിയില്ലാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ റിവിഷനിൽ എല്ലാവരും ആവശ്യപ്പെട്ട തുകകൾ ടൈൽ ഫണ്ടും അൺടൈൽഡും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വെച്ച് കൊടുത്ത് എല്ലാ കൾവെട്ടുകളും റോഡുകളും ഡ്രെയിനേജുകളും ഒക്കെ നന്നാക്കി ഏതാണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി, ഞാൻ 100% ആയി എന്ന് പറയില്ല, ഇനിയും കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട്. അത് ഈ വേനലോടുകൂടി പൂർത്തീകരിക്കും. നമ്മളെ സൈലന്റ് നഗർ റോഡുകളൊക്കെ വേറെ ശോചനീയാവസ്ഥയിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ കേട് വന്ന റോഡുകൾ ഈ വേനലോട് കൂടി, കാരണം നമ്മൾ ഇപ്രാവശ്യത്തെ റിവിഷനിൽ എല്ലാത്തിനും ഫണ്ട് വെച്ചു അത് നന്നാക്കാണ്ട്. ഈ ഒരു സമരം നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നഗരസഭയിലേക്ക് അല്ലായിരുന്നു നടത്തത്. ഞാനും കൂടി വരാം, നമുക്ക് LDF-നും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് സെക്രട്ടേറിയറ്റിക്ക് സമരം നടത്തുമെന്നുണ്ടാവുക. കാരണം എന്താന്ന് വെച്ചാൽ ആ 7 റോഡിന്റെ ശോചനീയാവസ്ഥ എല്ലാവരും ഒന്ന് പോയി കണ്ണു തുറന്ന് കാണേണ്ടതാ. എത്രയോ ആളുകൾ ദിനം പ്രതി അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈക്ക് യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് 7 റോഡിന്റെ അവസ്ഥ. അത്രയും ആഴമുള്ള കുഴികളാണ് അവിടെ ഉള്ളത്. ലേഡീസൊക്കെ ബൈക്ക് ഓടിച്ചു പോകുന്നതാ. മുഖമടച്ച് വീഴാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തരത്തിലേക്ക് 7 റോഡിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ സമരക്കാരൊന്ന് കാണുന്നത് നന്നായിരിക്കും. രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഇരയാണ് PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെന്ന് KT ജലീൽ MLA. PDP നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PDP നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം ഡോക്ടർ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ഫലമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കിടക്കുന്നത്. ഞാൻ ഈ അടുത്ത് കർണാടകയിലെ ബെല്ലാരി ജയിലിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. 1921 മലബാർ കലാപത്തോടനുബന്ധിച്ച് കാട്ടിപ്പരുത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണരേഖകൾ നശിപ്പിച്ചു എന്ന കേസിൽ പിടിക്കപ്പെടുകയും 12 വർഷം ബെല്ലാരി ജയിലിൽ തുറങ്കിലടക്കപ്പെടുകയും ചെയ്ത എന്റെ വന്യനായിട്ടുള്ള ഉപ്പുപ്പയുടെ വല്ലിപ്പയുടെ ജയിൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബെല്ലാരി ജയിലിൽ പോയത്. PDP മുൻ വർക്കിംഗ് പ്രസിഡന്റ് CK അബ്ദുൽ അസീസ്, വൈസ് ചെയർമാൻമാരായ ശശി പൂവൻചിന, സിയാവുദ്ദീൻ തങ്ങൾ, ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സക്കീർ പരപ്പനങ്ങാടി, ഹുസൈൻ കാടാമ്പുഴ, ജില്ലാ നേതാക്കളായ സലാം മുനിയൂർ, ഷാഹിർ മുറയൂർ, ഹബീബ് കാവന്നൂർ, സൈനബ ഫൈസൽ, സംസ്ഥാന സെക്രട്ടറി EV അനീഷ്, AYFI ജില്ലാ പ്രസിഡന്റ് ഷബീബ് പുതുപ്പള്ളി, SKSSF ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആസിഫ് തണ്ടിലം, SYS എടപ്പാൾ സോൺ സെക്രട്ടറി അയ്യപ്പൻ, AR നഗർ ഹസൻകുട്ടി പുതുവള്ളി, അബ്ദുൽ ബാരി ഷാദ്, നിസാം കാളമ്പാടി, ബീരാൻ ഹാജി, ഇസ്മായിൽ പുതുപ്പൊന്നാനി, നിഷാദ് ചങ്ങരംകുളം, ഫൈസൽ കന്മനം, PCF ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് സഖാഫി എന്നിവർ പ്രസംഗിച്ചു. ഷംലി കടകശ്ശേരി അധ്യക്ഷത വഹിച്ചു. സലാം അതളന്നൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സൈതാലിക്കുട്ടി ചമ്രവട്ടം സ്വാഗതവും സുലൈമാൻ ബീരാഞ്ചിറ നന്ദിയും പറഞ്ഞു. മനഃശാസ്ത്രം മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യ സ്നേഹികളെയും ഞങ്ങൾ റാലിയിലേക്കും സമ്മേളനത്തിലേക്കും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരെതിർത്താലും ശ്രമിച്ചാലും ഈ പ്രസ്ഥാനത്തിന് ചുറ്റും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മദനിയുടെ കർമ്മധീര ഭടന്മാരിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി
ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായ ഇന്ന് PDP സംഘടിപ്പിച്ച സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന മനുഷ്യാവകാശ റാലിക്ക് എം മൊയ്തുണ്ണി ഹാജി, എം.എ. അഹമ്മദ് കബീർ, സിദ്ദിഖ് മുസ്ലിയർ, TPM മുസ്തഫ, അക്ബർ ചുങ്കത്ത്, റാഫി പിടിക്കൽ, യൂസഫ് എടപ്പൾ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് പൊന്നാനി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു. കെ പ്രവീണ അധ്യക്ഷയായി. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളത്തെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി 6-ാം തീയതി മുതൽ ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അതാത് ഭരണകൂടങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വയനാട്ടിന് വേണ്ടി രംഗത്തിറങ്ങി. പക്ഷേ സഹായിക്കേണ്ട കേന്ദ്രം പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. കെ പ്രവീണ അധ്യക്ഷയായി. ഗീത പള്ളിയേരി, പി പുഷ്പ എന്നിവർ സംസാരിച്ചു. എം ഇ വൃന്ദ സ്വാഗതവും വസന്ത നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരൂർ മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടർനടക്കാവിൽ സംഘടിപ്പിച്ച പ്രതിഷേധം CPI മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഷാഫി പൂഴിത്തറ അധ്യക്ഷത വഹിച്ചു. മറുപടി പറയൂ മോഡി സർക്കാർ. ആളൂർ ജയശങ്കർ, KP ദാസൻ, ഗംഗാധരൻ, K ചന്ദ്രൻ, ബഷീർ, സിദ്ദീഖ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരുനാവായ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് പുറത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കാവിലക്കാട് അങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ സമരം മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് IP ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് KV റസാഖ് അധ്യക്ഷത വഹിച്ചു. CP ഷാനിബ്, P സാദിഖ് അലി, PP ഗയ്യൂം, റാസിഖ് M, MV മനാഫ്, നൌഫൽ P, KV സഹിർ, സമീർ പടിഞ്ഞാറക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് പുറത്തൂർ. ഇതോടെ ഈ വാർത്തകളിന് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.